ഹായ് സുഹൃത്തുക്കളെ, അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഏഷ്യ കപ്പ് ക്രിക്കറ്റാണ് ഇന്നത്തെ ചർച്ചാ വിഷയം. ഏഷ്യ കപ്പ് ക്രിക്കറ്റിൻ്റെ ഫൈനലിൽ ഓൾറെഡി ഇന്ത്യ എത്തിയിട്ടുണ്ട്. ഇനി ഇന്ത്യൻ്റെ എതിരാളികൾ നമുക്ക് ആരെന്ന് ഉള്ള കൺഫ്യൂഷനിലാണ്. മിക്കവാറും നമുക്ക് ഇന്ത്യ പാകിസ്ഥാൻ മത്സരം തന്നെയാണ് വരാനുള്ള സാധ്യത. എല്ലാവരും അങ്ങനെയാണ് പ്രെഡിക്റ്റ് ചെയ്യണത്. അങ്ങനെയാണെങ്കിൽ ഇന്ത്യ പാകിസ്ഥാൻ മത്സരത്തിൽ ഇത്തവണയും ഇന്ത്യക്ക് ജയിക്കാൻ പറ്റുമോ? കാരണം പാകിസ്ഥാൻ്റെ കഴിഞ്ഞ മത്സരം നിങ്ങൾ കണ്ടതാണ്. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള പ്രശ്നങ്ങൾ എല്ലാവർക്കും അറിയാം. കഴിഞ്ഞ മത്സരത്തിൽ ഷെയ്ഖ് ഖാനിൻ്റെ വിഷയം ഉണ്ടായിരുന്നു, പിന്നെ ഹാരിസ് റൌഫിൻ്റെ ഓരോ കാട്ടിക്കൂട്ടലെല്ലാം നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഇനിയും ഒരു ഇന്ത്യ പാകിസ്ഥാൻ മത്സരം ഫൈനലിൽ വരുമ്പോൾ നമുക്ക് അത് എത്രത്തോളം എക്സൈറ്റിംഗ് ആയിരിക്കും, അതുപോലെ ഭയങ്കരമായ ഒരു മത്സരം തന്നെയായിരിക്കും ഇനി ഫൈനൽ വരാം. ഇന്ത്യ പാകിസ്ഥാൻ ഫൈനൽ വരികയാണെങ്കിൽ നമുക്ക് ഇന്നും കൂടി വെയിറ്റ് ചെയ്യാം. കാരണം ഇപ്പോൾ ബംഗ്ലാദേശും പാകിസ്ഥാനുമായിട്ടുള്ള മത്സരം ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ മത്സരത്തിൻ്റെ ഫലം അനുസരിച്ചായിരിക്കും. പക്ഷേ പാകിസ്ഥാൻ ജയിക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പാകിസ്ഥാൻ ജയിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് പാകിസ്ഥാനെ തന്നെ ഫൈനലിൽ കിട്ടണം. എങ്കിലാണ് നമ്മളുടെ ആ ഒരു വീണ്ടും മൂന്നാമതും വളരെ ദയനീയമായി പാകിസ്ഥാനെ ഇന്ത്യ പരാജയപ്പെടുത്തി ഇന്ത്യ വീണ്ടും ഏഷ്യ കപ്പ് എടുക്കണം. അവർക്ക് ഭയങ്കര അഹങ്കാരമുണ്ട് ശരിക്കും പാകിസ്ഥാൻ. അവർ വളരെയധികം മോശമായിട്ടുള്ള ബിഹേവിയറാണ് ക്രിക്കറ്റ് ഫീൽഡിൽ അവർ കാണിക്കുന്നത്. പൊളിറ്റിക്സിൻ്റെ കാര്യങ്ങളെല്ലാം വളരെ മോശമായിട്ടുള്ള ആക്ഷൻസും കാര്യങ്ങളും ഹാരിസ് റൌഫിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരുപാട് സംസാരങ്ങളെല്ലാം നമ്മൾ കണ്ടതാണ്. ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലാണ് ക്രിക്കറ്റിനെ അവർ ഗ്രൗണ്ടിലുള്ള കാര്യങ്ങൾ അവർ പറയുന്നത്. അപ്പോൾ വീണ്ടും എൻ്റെ അഭിപ്രായത്തിൽ വീണ്ടും ഇന്ത്യ പാകിസ്ഥാൻ ഫൈനൽ തന്നെ ഉണ്ടാവണം. അതിൽ ഇന്ത്യ വളരെയധികം ദയനീയമായി അവരെ പരാജയപ്പെടുത്തണം. സാധാ നോർമൽ പരാജയപ്പെടുത്തലല്ല, അവർക്ക് ഓർമ്മ വരണം. ഈ ഒരു ഇന്ത്യ ഫൈനൽ ഓർക്കുമ്പോൾ ആ ഒരു അവർക്ക് കിട്ടിയ അടി, ആ ഒരു പരാജയം അവർ മനസ്സിൽ കാണണം. അപ്പോൾ അങ്ങനെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. പിന്നെ കഴിഞ്ഞ മത്സരത്തെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് ഇമ്പ്രൂവ് ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. കാരണം ഇന്ത്യൻ്റെ ബാറ്റിങ്ങിൽ അഭിഷേക് ശർമ്മയും ഗില്ലും നന്നായിട്ട് ഓപ്പൺ ചെയ്യുന്നുണ്ട്. പക്ഷെ അതിന് ശേഷം വന്ന ബാറ്റ്സ്മാൻമാർ അത്ര അധികം തിളങ്ങിയിട്ടില്ല. പിന്നെ അതുപോലെ തന്നെ നമ്മൾ സഞ്ജു സാംസണിന് അവസരം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കഴിഞ്ഞ മത്സരത്തിൽ. അപ്പോൾ അതിൽ ബാറ്റിംഗ് ഓർഡറിൽ ഓപ്പണിംഗ് പെയറെല്ലാം ഓക്കെ, അതിനുശേഷം ബാറ്റിങ്ങിൽ കുറച്ചും കൂടി ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. ഫൈനലാകുമ്പോൾ ആ കാര്യങ്ങളെല്ലാം കുറച്ചു മാറ്റണം. പിന്നെ അതുപോലെ തന്നെ ഫീൽഡിങ്ങിൽ ഭയങ്കര പിഴവുകൾ വന്നിട്ടുണ്ടായിരുന്നു. ഒരു ചെറിയ ലാഘവക്കുറവ് നമുക്ക് ആ മത്സരത്തിൽ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ മത്സരം ഇന്ത്യ ബംഗ്ലാദേശും തമ്മിലുള്ള മത്സരത്തിൽ. എന്നിരുന്നാലും അതെല്ലാം നികത്തി ഫൈനലിൽ ശക്തമായി ഇന്ത്യ വരട്ടെ. അതിന് മുന്നേ ശ്രീലങ്കയ്ക്കെതിരെ ജസ്റ്റ് ഒരു പ്രാക്ടീസ് മത്സരം പോലെ കണ്ടാൽ മതി. അപ്പോൾ ഫൈനൽ ഇനി എന്താവുമെന്ന് നമുക്ക് കാണാം. അപ്പോൾ ബാക്കി ക്രിക്കറ്റ് വീഡിയോസ് ഞാൻ വീണ്ടും ചെയ്യുന്നതായിരിക്കും. ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി. ഇനിയും ക്രിക്കറ്റ് വീഡിയോസും മറ്റു എൻ്റെ നോർമൽ വീഡിയോസൊക്കെ എൻ്റെ ചാനലിൽ വരുന്നതായിരിക്കും. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും ബായ്.